ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ട്യൂബിക്ക് ഗൈസ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ സിറ്റിക്കകത്ത് ഒരു ഇലൈറ്റ് കില്ലർ വന്നിട്ടുണ്ട് ഗൈസ്. അവൻ മാരക ആയുധങ്ങളും കൊണ്ടാണ് നടക്കുന്നത്. അവൻ്റെ തലയിൽ 1,000,000 ബൗണ്ടി ഉണ്ട്. ആ ഗവൺമെൻറ് പറയുന്നത് വെച്ചാൽ അലർട്ടായിട്ടിരിക്കാനാണ് പറയുന്നത് ഗൈസ്. അവൻ ഭയങ്കര ബാഡ് ന്യൂസസ് ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങളുടെ സിറ്റിക്കകത്ത് വന്നിട്ട്. അവൻ കൂടുതൽ സിറ്റിസൺസിനെ പരിക്ക് വരുത്തി. അങ്ങനെ കുറേ പേര് അങ്ങനെ ആശുപത്രി കിടപ്പുണ്ട്. പിന്നെ അവൻ കൂടുതലും പോലീസ് ഒബ്സർവ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അവൻ ആൾക്കാരുടെ തലച്ചോറും ഹൃദയം പുറത്തെടുക്കുന്നത് എന്നാണ് കൂടുതൽ ന്യൂസസ് എനിക്ക് കിട്ടിയത്. അവനെ നിന്ന് കുറച്ച് അലർട്ടായിട്ടിരിക്കണം. പിടിക്കാൻ ശ്രമിക്കും ഗൈസ്. ഞങ്ങളെ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് അവനെ കുറേ പരിക്ക് വരുത്തിയിട്ടുണ്ട് ആൾക്കാരെ. അതായത് ഞങ്ങൾ അവനെ പൂട്ടും, അത് പൂട്ടിയിരിക്കും ഗൈസ്. എന്തായാലും ബാക്കി വീഡിയോയിട്ട് കിടക്കുന്ന മുമ്പ് എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. റോഡ് ടു 500 സബ്ബാണ് ഗൈസ്. പിന്നെ ലൈക്കും കൂടെ അടിച്ചു തരാം. പിന്നെ കമൻറ്റ് ചെയ്യുക ഗൈസ്, അടുത്ത ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ, അടുത്ത ഏത് വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിട്ട് പോവാം. ഈ ഓപ്പറേഷന് ഞാൻ ഒറ്റക്കല്ല ഗൈസ്, എൻ്റെ കൂടെ സഹായിക്കാൻ കുറച്ച് അത്യാവശ്യം ആൾക്കാരുണ്ട്. എന്നുവെച്ചാൽ ഈ സിറ്റിസൺസ് മൊത്തം എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഗവൺമെൻറ്റും ഉണ്ട്. ഗവൺമെൻറ് സഹായിക്കണം ഗൈസ്. നമുക്ക് അവസാനം ലൊക്കേഷൻ കിട്ടിയ അവൻ്റെ ഇവിടെയാണ്. പക്ഷേ ഇവൻ എവിടെ ഉണ്ടെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എവിടെ വേണമെങ്കിലും ഉണ്ടാവാം അവൻ. നമ്മളെന്തായാലും മാളിലോട്ട് പോകാം ഗൈസ്. മാളിലോട്ട് പോകാം. അവിടെ ആയിരിക്കും ചാൻസ് കൂടുതലും വരാൻ. കാരണം ആൾക്കൂട്ടം ഉള്ളടുത്ത് വരാറില്ല. മാളിലിപ്പോൾ ഒരാളേ ഉള്ളൂ. അവിടെ പോകണം. നമുക്ക് എല്ലാവർക്കും മാളിൽ പോയി ഇരിക്കാം. നമുക്ക് ഒറ്റയ്ക്ക് ഇന്ന അവന്മാരെ വന്ന് തട്ടും. ഇങ്ങനെ കുറേ പേർക്ക് അപകടം പറ്റിയിട്ടുണ്ട് കുറേ. പിന്നെ ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് സിറ്റിക്കകത്ത് കുറേ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക് മനസ്സിലാവാൻ. ഇവനെ കണ്ട എവിടെ വെച്ച് കണ്ടാലും ഞങ്ങളെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ. ഗൈസ് ഞങ്ങൾ മാളിൽ എത്തിയിട്ടുണ്ട് എന്തായാലും. അയ്യോ മാള് ഇടാ ആത്തേട്ടാ. നിർത്ത് ഞാൻ ഇറങ്ങട്ടെ. ഗൈസ് ഞാൻ എന്തായാലും മണ്ടലോട്ട് പോട്ടെ ഗൈസ്. വേറെ ആരും വന്നില്ലേ? ഇവിടെ നിന്ന ബാലൻ എന്ത് ചെയ്യേ? ബാലൻ പുറത്തോട്ടേ കാണും. എന്തായാലും വരുന്നു. അതാണ്ട വന്നു. ഓ എടാ എല്ലാവരും പെട്ടെന്ന് വരാൻ പറയടാ. നമ്മൾ ഒരുമിച്ച് നിൽക്കുക, ഒറ്റക്കൊറ്റക്കൊന്നും കൊടുക്കും. അതെ നമ്മളെല്ലാരും കൂടുതലും കൂട്ടത്തോടെ നിൽക്കാൻ ശ്രമിക്കണം കേട്ടോ. എല്ലാവരുടെയും ഗണ്ണുണ്ടല്ലോടാ ലീഗലായിട്ടുള്ള. ഗൈസ് ഞങ്ങളുടെ ഇരിക്കുന്ന ഗണ്ണല്ല ലീഗലായിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് വെപ്പൺ ലൈസൻസ് ഉണ്ട്. ഇവിടെ ഇല്ലീഗലായിട്ടുള്ള ഗണ്ണല്ല, ലീഗൽ ഗൺസ് ആണ് ഗൈസ് ഞങ്ങളുടെ ഇരിക്കുന്നുള്ള. താഴെ ബൈക്കിനെ ഇവനാണ് ആള് വന്ന് ഇവനാണോ വണ്ടി ചേസ് ചെയ്യാം. വണ്ടി കയറി. അവൻ എന്തായാലും നമ്മുടെ മുമ്പിൽ പെട്ടിട്ടുണ്ട്. എന്തായാലും മിസ്സായ അവൻ. വണ്ടി വളയടാ, വണ്ടി വള. പോ. വണ്ടിക്ക് സ്പീഡില്ല. ബൈക്കിലായോണ്ടോ. ഞാൻ എടുക്കാം. മാറ്. പെട്ടെന്ന് അവൻ പോയി കാണും, മിസ്സായി കാണും. വാ കേറ്. താണ്ട കിട്ടി. ഇവൻ കളിപ്പിക്കുകയാണോ നമ്മളെ? അല്ലെങ്കിൽ ഇവൻ ഡൗട്ട് ഉണ്ട്. അവൻ തന്നെയാണോന്ന്. മാളിലുണ്ടോ? വാടാ മാളിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക അവൻ. എവിടെ പോയി കണ്ടാൽ പോലീസിനെ വിവരം അറിയിക്കേണ്ടതാണ്. അവനെ കണ്ട്, സീരിയൽ കില്ലറിനെ കണ്ടായിരുന്നു. അവൻ മാളിൽ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു സാറേ. ഇപ്പൊ അവൻ എനിക്ക് എവിടെ ഉണ്ടെന്ന് അറിയണ്ട. പക്ഷെ കുറച്ചു മുമ്പേ മാളിലുണ്ടായിരുന്നു. പോലീസിനെ വിവരം അറിയിച്ച 1 മില്യൺ കിട്ടുക. പോലീസിന് ആവശ്യം കൊടുക്കണ്ടേ? നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള പോലീസ്. അപ്പൊ സീരിയൽ കില്ലർ നിങ്ങളെ രക്ഷിക്കും, മനസ്സിലായോ? പൈസ കൊണ്ടുപോകും. സീരിയൽ കില്ലറിന് നിങ്ങൾ വെടിവെച്ച് വന്നോണ്ടല്ലോ. സീരിയൽ കില്ലർ ആയാലും ആരായാലും വെടിവെച്ച് വന്ന് ഞാൻ കേസ് എടുക്കും. അത്രയല്ല. 10 മണിക്ക് ശേഷം നോവല് വായിക്കുന്നത് വേണ്ട, കേക്കാം. ഹോസ്പിറ്റലിൽ പോകുന്ന വഴി അറിഞ്ഞോടാ. ലൊക്കേഷൻ അവൻ മാളിച്ച് അങ്ങോട്ട് പോണ്. എന്തേ ഉണക്ക പോലീസ് വാ ഇങ്ങോട്ട്. ഞാൻ ബാക്കിലുണ്ട്. എന്നെ കൂടി കേട്ടാൻ പറ്റും നോക്ക്. എന്റെ തൊട്ട് മുന്നിലുണ്ട്. നീക്ക് എവിടാ? ഞാൻ വാടകയുടെ പുറകെ സൈക്കിൾ വണ്ടി ഇതിന്റെ ഇടയിൽ കൂടി പോണില്ല. സീരിയൽ കില്ലറിനെ എവിടെയാണ് കണ്ടത് ലാസ്റ്റ് ആയിട്ട്? ഇല്ലാത്ത പോലീസ് പോലീസ് വന്നോണ്ടിരിക്കുകയാണ്.
ഗൈസ് ഞാൻ അങ്ങനെ എൻ്റെ വണ്ടി എടുത്തിട്ടുണ്ട്. വാടാ വാടാ വാടാ. ആ ഫാദർ അവസാനമായിട്ട് അവനെ കണ്ടത് ഹോസ്പിറ്റലാണ്. അങ്ങോട്ട് പോകാം ബാബാ. ചെന്നൈ ബസ്സിലൂടെ വണ്ടി ചെന്നൈ നിന്റെ ബസ്സിലൂടെ പുറകെ ഇല്ലായിരുന്നു അവൻ. എവിടെയൊക്കെ പറഞ്ഞ നിന്റെ പുറകെ ഉണ്ടായിരുന്നില്ല അവൻ. നിന്നെ വെട്ടാൻ കണ്ടോന്നില്ല എന്നാ. ഇപ്പൊ എങ്ങനെയുണ്ട് നിനക്ക്? പിന്നെ ആശുപത്രി കൊണ്ടാകണോ ആക്കണോ? എടാ നിന്റെ അടുത്തുണ്ടോ? ഉണ്ടായിരുന്നു, ഇപ്പൊ പോയി. എവിടെ നിക്കണ പോലെ? ഞാൻ ചിന്ന ബസ്സിലൂടെ പോണു. മറ്റേ ചെയിൻസോ ഉണ്ടല്ലോ, ചെയിൻസോ പോണോ? അതെ അതെ, നമുക്ക് പൊക്കാം അവനെ. നമുക്ക് പൊക്കാം. നമ്മള് പൊക്കിയിരിക്കും. നമ്മുടെ സിറ്റി വന്നിട്ട് അവൻ നമ്മുടെ സിറ്റിസനെ തൊട്ടിട്ടുണ്ടെങ്കിൽ അവനെ നമ്മൾ വെറുതെ വിടത്തില്ല. അതെന്റെ വാക്കാണ്. ഒരു അനൗൺസ്മെന്റ് ഉണ്ട് പി ഡിയുടെ ഭാഗത്തു നിന്നാണ്. പി ഡിക്ക് സീരിയൽ കില്ലറിനെ കാണിച്ചു തരുന്ന ആൾക്ക് 500K കൊടുക്കുന്നതാണ്. പൈസക്ക് ആണെങ്കിൽ ഞങ്ങൾക്ക് ഡയറക്റ്റ് അവനെ കൊന്നിട്ട് ഞങ്ങൾക്ക് 1 മില്യൺ എടുത്താൽ പോരെ? അതെ, അതല്ല 1 മില്യൺ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും, 500K എക്സ്ട്രാ കിട്ടുകയും ചെയ്യും പോലീസിന്റെ വക. കരീം ലാലൊക്കെ ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, നേരിട്ട് കൊലവിളി. എടാ വാടാ വാടാ മാളിലോട്ടോ. അവനെ അവിടെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അതെ, മാളിലോട്ടൊക്കെ നമുക്ക് പോവാം. അവൻ അവിടെ ഇടയ്ക്ക് മിന്നായം പോലെ പോകുന്നുണ്ട്. ഡാ മാളില് വാ മാളിലുണ്ട് അവൻ എസ്കലേറ്ററിൽ കൂടെ ബൈക്ക് ഓടിക്കുന്നു. അവ ഇറങ്ങിയാ. വാടാ വണ്ടി കേറ് ജയ് കേറ്. അവൻ എന്തായാലും മണ്ടേ താഴെ ഇറങ്ങിയിട്ടില്ല. ഞാൻ മണ്ടലോട്ടൊന്ന് പോയിട്ട് വരാമെന്ന് വെയിറ്റ്. അവന് വെടിയുണ്ട്. ഒരു വെടിയുണ്ട് എന്റെ കേട്ടോ. അവൻ മാളിനെ പുറത്തിറങ്ങിയിട്ടുണ്ട് അവൻ. എടാ എല്ലാരും ഓരോ സ്ഥലത്ത് മേളിൽ കയറി ഒളിച്ചിരിക്കും. എല്ലാത്തിനും സ്റ്റെപ്പ് ഉണ്ട് മിക്ക സ്ഥലത്തിനും. എടാ ഞാൻ കണ്ടാ ജസ്റ്റ് മിസ്. എടാ ലൊക്കേഷൻ പറ. ഒക്ടിമസേ വാടാ. ബാല നീ മാളി നിന്നാ മതി. നീ ഇവിടെ വരുന്നെങ്കിൽ ഉടനെ വിളിച്ച് പറഞ്ഞേ. ഓക്കെ. ഡാ നീ അപ്പുറത്തോട്ട് പോയി നോക്കുന്നു. ഞാൻ അങ്ങോട്ട് പോവാം. ഓക്കെ. എടാ അവന്റെ ലാസ്റ്റ് ലൊക്കേഷൻ എവിടെ കണ്ട? എടാ മറ്റേ ഒരു ഷോറൂം പോലത്തെ സെറ്റ് ആക്കിയിട്ടില്ലായിരുന്നു അവിടെ. ഇപ്പൊ അവിടെ ഉണ്ടെങ്കിൽ ഇന്ന് പറയണേ. ഇപ്പൊ അവിടെ ഉണ്ടാവൻ. അവിടെ വിട്ടാ. എടാ എങ്ങോട്ടാ പോയെന്നൊരു ക്ലൂ എല്ലാം കിട്ടിയാണെങ്കിൽ ഉടനെ പറയണേ. പോലീസിനെ വിളിക്കാൻ നോക്കാം. പഴയ അവിടെ നിന്ന് പോയി കണ്ട മുന്നേ പോലെ മുന്നോട്ട് പോയി. വിട് വാ. എങ്ങോട്ടാ പോയെന്ന് കണ്ടാ വളഞ്ഞ്. അവ എങ്ങോട്ടോ പോവാ. മാള് മാളാണ്. വരട്ട്. മാളിന്റെ കണ്ടു. ബൈക്കിന് ഇടിച്ചിടാൻ ശ്രമിക്കണേ. കേറിപ്പോയി. ബൈക്കായോണ്ട് പെട്ടെന്ന് വളച്ചു പോകാൻ പറ്റുന്നുണ്ട്. എന്റെ വണ്ടിയുടെ അവസ്ഥ എനിക്ക് അറിഞ്ഞോളൂ. ഒന്നാമത് ടയറിന് ഗ്രിപ്പില്ല. ഓക്കെ. വണ്ടി പോയി തുടങ്ങി. അവൻ മിസ്സായെന്ന് തോന്നുന്നു. കേറ് പോ. കിട്ടേണ്ടതാണ് എന്റെ മൈൻഡിലോ. മൈൻവുഡിന്റെ അങ്ങോട്ട് എവിടെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. എഡ്ബി സൂക്ഷിച്ച് വായിക്കണേ. സിറ്റിസൺസിന് ഒരു പോർട്ട് പോലും പറ്റരുത്. ഓക്കെ, ഞാൻ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യട്ടെ. ഈ സീരിയൽ കില്ലറിന്റെ പാറ്റേൺ എങ്ങനെ? ആൾക്കാരെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി അവരെ ടോർച്ചർ ചെയ്യാണ്. അല്ലാണ്ട് ഇതുവരെ അങ്ങനെ ആരെ കൊന്നേക്കണം? ടോർച്ചർ ചെയ്തിട്ടുണ്ട്. എന്നെ കിഡ്നാപ്പ് ചെയ്തില്ല, എന്നെ മറ്റേ ചെയിൻസോ ഇട്ട് വെട്ടാൻ വന്നു. എടാ നീ പറയുന്ന പോലെടാ, കുറെ പേരെ ഗുരുതരമായിട്ട് പരിക്ക് അവൻ വരുത്തിയിട്ടുണ്ട്. പിന്നെ 2-3 പേരെ കൊന്നിട്ടുണ്ട് അവൻ. കൊന്നിട്ട് അവരുടെ തലച്ചോറ് ഹൃദയം പുറത്തെടുത്ത് വെച്ചേക്കുന്ന നിലയിലാ കണ്ടെത്തിയവരെല്ലാം. ഇവ എന്തിനാണ് വഴി ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നവൻ? സാറേ എന്റെ വണ്ടിയുടെ മണ്ടേ കൂടെ ജാക്സ് പാരോ വണ്ടി കയറ്റുന്നു. എന്റെ വണ്ടി നശിപ്പിക്കാൻ ശ്രമിക്കുന്നവൻ. അവൻ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അവൻ ബ്ലോക്ക് ഇട്ട് പിന്നെയും അവൻ ബ്ലോക്ക് ഇട്ട് നിൽക്കുകയും ചെയ്യുന്നു. അവന്റെ ലൊക്കേഷൻ എനിക്ക് അവന് കിട്ടിയെന്ന് പറഞ്ഞപ്പം പിന്നെ അവൻ എന്താണ് വീടറിയാന്ന് ഞാൻ പറഞ്ഞപ്പോഴേ അവൻ വണ്ടി നശിപ്പിക്കാൻ ശ്രമിക്കുന്നു സാറേ. അവന്റെ കൂട്ടത്തിലുള്ള എനിക്ക് ഡൗട്ടുണ്ട് സാറേ. അതെ ജാക്സ് പാരോ തന്നെ. ഹലോ ജാക്സ് പാരോ, എവിടെ വണ്ടി എടുത്ത് പോകുന്നത്? ഒന്ന് വണ്ടി ഇറങ്ങാണ്ടാണ്. വണ്ടി ഇറങ്ങിയെങ്കിൽ ഫയർ ചെയ്യേണ്ടി വരും. ഓക്കെ, വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ടതാണ്. വണ്ടിയിൽ നിന്ന് ബ്രോ വണ്ടി ഇറങ്ങി നമ്മള് വണ്ടി ഫയർ ചെയ്യും. ഇവരാരെയാണ് ഡിസ്റ്റർബ് ചെയ്യുന്നത് പറഞ്ഞത്? ഈ ജാക്സ് പാരോ സാർ തന്നെയാണ് സാറേ. അവ ഈ കൂട്ടത്തിലുള്ള തോന്നുന്നു സാറേ. വളയാർ സാർ, ഗണ്ണ് കണ്ടാൽ ഞാൻ അറസ്റ്റ് ചെയ്ത് അകത്തോണ്ട് ഇടും.
സാറേ ഇപ്പൊ ഇത്രയും നമുക്കൊരു സേഫ്റ്റിക്ക് ആ, അറിയാമല്ലോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇപ്പഴാണ് തന്നെ രണ്ട് വട്ടം എനിക്ക് നേരെ അറ്റാക്ക് വന്നു. സാറേ ഈ വീട്ടിലാണ് അവനെ അവസാനമായിട്ട് കണ്ടത്. അവൻ ഇവിടെയാണ്, ഈ വീട്ടിലാണ് ആൾക്കാരെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടിടുന്ന ഇൻഫർമേഷൻ കിട്ടിയത്. അവൻ ഏതാണ്ട് ഒരു ജയിൽ പോലത്തെ സാധനമുണ്ട് സാറേ ഇതിനകത്ത്. ഇവിടെയാണ് കിഡ്നാപ്പ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ ഞാൻ നോക്കട്ടെ. ഗണ്ണെടുത്ത് പിടിച്ചേക്കാം. ഈ റൂമിലില്ല, ഈ അടുക്കള ഇതിലുമില്ല. ഇതെന്താ സാധനം? ഇതിനകത്ത് നോക്കട്ടെ ഇവിടെ കാണുമായിരിക്കും. ഇതിനകത്തുമില്ല. അപ്പുറത്ത് ഇവിടെ എങ്ങുമില്ല. ഈ റൂമില, ഈ റൂമിലും ഇല്ല. ഇപ്പം ഈ വീട്ടിൽ ആരും ഇല്ല ഇപ്പം. മതി അവനെയും കൂടെ ആ കില്ലറിനെയും കൂടെ അറിയിക്കാതെ നമ്മളെല്ലാവരും വരുന്നത്. അവനെ വിടാതെ പിടിച്ചോ. വണ്ടി തിരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് എന്റെ വണ്ടി എത്തിച്ച് പെട്ടെന്ന് ചത്ത് ഞാൻ എവിടെ മുന്നിലാണോ ആളുടെ? എന്നെ കൊന്നു പെട്ടെന്ന് എടാ എന്നെ കൊന്ന് പറയാതെ അവന് മനസ്സിലാകാതിരിക്കാൻ നീ വേറെ വല്ലതും ചെയ്യ്. ഞാൻ എത്തി. ഡാടാ ഞാൻ അവനെ വെടിവെച്ചോണ്ടിരിക്കുക. ആ ബൈക്കിൽ നിന്ന് വെടിവെക്കുന്നു. അവന് വെടി കൊള്ളുന്നുണ്ട്. ഓക്കെ അവൻ ബൈക്കിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങേര് മണ്ടനം കണ്ട അതാണ്ട ഫ്രണ്ടിൽ നിൽക്കും സാറേ. അടി ഞാൻ അടിച്ചോണ്ടിരിക്കും. പേടി അല്ലാതെ എല്ലാവരും ക്ലിയർ ആവാനാണ്. നിങ്ങളുടെ സേഫ്റ്റിയാണ് നമുക്ക് പ്രധാനം. ഓക്കെ ഒന്നും ഇവിടെ ഒന്ന് പൊസിഷൻ പിടിച്ച് നിൽക്കേണ്ടതാണ്. ഓക്കെ അവനെ അവിടെ ട്രാപ്പ് ആക്കിയിട്ടുണ്ട് കേസ്. അവനെ അവിടെ ഒരു ട്രാപ്പിലാക്കിയിട്ടുണ്ട്. അവനെ കൈയൊക്കെ കെട്ടി അവനെ ടൈ ആക്കി കിടത്തിയേക്കോ കേസ്. അവനെ ടേസർ എടുത്തോ കേട്ടോ സാർ. സൈക്കോ അല്ലേ പുള്ളി ഒരു സൈക്കോ ആണ്. നമ്മളൊരു PD ഓഫീസറാണ്. സോ നമ്മളിപ്പോൾ ഒരു സീരിയൽ കില്ലർ ആയാലും നമ്മൾ പുള്ളിയുടെ ജീവന് നമ്മളൊരു ചെറിയൊരു വിലയിൽ കൊടുക്കണം. സോ നമ്മൾ ആദ്യം മര്യാദയ്ക്ക് സംസാരിച്ചു. പുള്ളി കേൾക്കുന്നില്ല. ടേസറിൽ പുള്ളി നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ നേരെ ഡൗൺ ആക്കും. അത്രേ ഉള്ളൂ. പുള്ളീനെ അവിടെ ഭണ്ഡാര മോഷ്ടിച്ചേനല്ല പിടിക്കാൻ ചെന്നേക്കണം. ആൾക്കാരെ കൊന്നേനാണ്. ഒരാളുടെ എൻകൗണ്ടർ ആയിട്ട് ഇപ്പൊ നമുക്ക് ഇതുവരെ നോക്കാൻ പറ്റത്തില്ല. നോക്കട്ടെ, നമ്മള് വെയിറ്റിംഗ് ആണല്ലോ സാറ്. ആൻഡ്രി സാറേ ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ? ഞാൻ ഒരു കാര്യം പറയണം, ഇമ്പോർട്ടന്റ് ആണ്. പേര് ചെന്നായ വാസു സാർ. ഇയാള് ശരിയാവില്ല. സാറ് പറഞ്ഞില്ലായിരുന്നു 500K കിട്ടുമെന്ന്. 500K + 1 മില്യൺ. അതെപ്പോ തരും? ഇയാള് ശരിയാവില്ല. നന്നാവാൻ ശ്രമിക്കുമ്പോ ഇയാൾ ഇങ്ങനെ ചെയ്താ കൺട്രോൾ ചെയ്യടാ വാസു. സാറേ ആ പൈസക്കാരി എന്താ? ഇയാൾ എന്നായിട്ട് നല്ല ടേംസിലല്ലേ. എന്റെ പാസ്റ്റ് അറിയാൻ തോന്നുന്നു. മാറ്റി കൊടുക്കാം. എല്ലാത്തിനും ഓരോ സമയമില്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ സീരിയൽ കില്ലർ എന്ന് പറഞ്ഞ കൊടും കുറ്റവാളി ഡൗൺ ആയിരിക്കുകയാണ്. പോലീസ് കസ്റ്റഡിയിലാണ്. അപ്പം അയാളെ നമ്മളിപ്പം തിരിച്ച് ജയിലിലോട്ട് കൊണ്ടുപോകും. അവിടെ ചോദ്യം ചെയ്തിട്ട് മാത്രമേ ബാക്കി കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുകയുള്ളൂ. ഓക്കെ, പോലീസ് എത്രയും പെട്ടെന്ന് നമുക്ക് HP-ലോട്ട് പോകണം. ഇതെടുത്ത് മാറ്റണ്ടേ? അത് മാറ്റിക്കോളാം. ഇവിടെ എനിക്ക് തോന്നി ഒരാളല്ല 2 പേരുണ്ടെന്ന്. ഇനി HP പോയി അവനെയും പിടിക്കണം. വണ്ടി എടുത്ത് സാറേ അൺഡിപ്ലോയ് അടിക്കാവോ സാറേ? അങ്ങനെ കൊറേ കഴിഞ്ഞിട്ട് ഇവനെയും പിടിച്ച് സമാധാനം. ഇനി എല്ലാവർക്കും കാണിക്കാൻ പറ്റിയ ഒരു സ്ഥലം വെച്ച് നോക്കുവാണെങ്കിൽ ഇവനായിരുന്നു അവന്റെ മെയിൻ പുള്ളി. അതിന്റെ എല്ലാം ഇനിയിപ്പം അവനെ എയർപോർട്ടിലെങ്ങാണ്ട് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ വെച്ച് എല്ലാവരെയും കാണിക്കാൻ വേണ്ടി. ഞങ്ങൾ ഇത്രയും പേര് മാത്രമേ പോകുന്നുള്ളൂ കേസ്. ബാക്കി എല്ലാവരും സേഫ് ആയിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ പോയി അവനെ നമുക്ക് പോയി കണ്ടിട്ട് വരാം. അവനല്ലായിരുന്നു ഒരു സീരിയൽ കില്ലർ. നമ്മളിട്ട് വട്ടം കറുപ്പിച്ചല്ലേ അവൻ. മെയിൻ തലവനായിരുന്നു കേസ് അതിന്റെ എല്ലാം. ഗൈസ് വണ്ടിയുടെ എഞ്ചിൻ ഓവർ ഹീറ്റ് ആവുന്നുണ്ട്. ഇത്രയും ഓടിയിട്ടില്ല ഈ വണ്ടി. ഓവർ ഹീറ്റ് ആവുന്നുണ്ട്. എൻ്റെ കൂളിങ് കുറഞ്ഞെന്ന് തോന്നുന്നു ഗൈസ്. ഇപ്പം അവനെ നോക്കട്ടെ, കാണട്ടെ അവനെ അവിടെ വെച്ച്. ഇവിടെ വെച്ച് കാണിക്കും. കുറച്ച് നേരം വണ്ടി പാർക്ക് ചെയ്തിടാം.
ഹാ നോക്കട്ടെ അവൻ എങ്ങനെ ഇരിക്കുന്നു. വണ്ടിക്കകത്താണല്ലേ അവൻ? ആ വണ്ടിക്കകത്ത് മാസ്ക് ഇട്ട് സുഖിച്ചിരിക്കുക. ഇപ്പൊ കിട്ടുവാന് പണി, മുട്ടം പണി കൊടുക്കും നമ്മൾ ഗവൺമെന്റ്. അപ്പൊ ആൻഡ്രൂ സാറേ, പൈസയുടെ കാര്യം എന്തായി? എൻ്റെ 5 ലക്ഷം ബാക്കി ഗവൺമെന്റ് വരുമെന്നല്ലേ പറഞ്ഞു, 1 മില്യൺ. അപ്പം എൻ്റെ 5 ലക്ഷത്തിൻ്റെ കാര്യം അക്കൗണ്ടിൽ ഇട്ട് തന്നാൽ മതി സാറേ. ഇങ്ങനെ ഗവൺമെന്റിനെ സഹായിച്ചു ഞാൻ. ഓക്കെ അല്ലേ? ആ ഓക്കെ 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 കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ സാർ എത്ര അയച്ചത്? 5 ലക്ഷം. ആ ശരി 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 ഗായ്സ്. അങ്ങനെ സിറ്റി പിന്നെ സേഫ് ആയിട്ടുണ്ട്. 2 സീരിയൽ കില്ലർ ഉണ്ടായിരുന്നു, അവരെ എല്ലാവരെയും പൂട്ടിയിട്ടുണ്ട് നമ്മൾ. പിന്നെയും പഴയപടി ആശ്വാസം, സന്തോഷത്തോടെ സമാധാനത്തോടെ കിടന്നുറങ്ങാം ഇനി എല്ലാവർക്കും. പാവടാനെ കൊന്ന് ഞാൻ മൂത്ത്. Our 2 soldiers were down. Prepare a war against the LLRP. Six people were killed and many injured after terrorists opened fire on tourists in Jammu and Kashmir. The attack occurred in Pahalgam, a popular tourist destination in Kashmir. The Resistance Front has claimed responsibility for the Pahalgam attack, and the TRF is believed to be a front for Lashkar-e-Taiba. എല്ലാവരും പറയുന്നത് ടെററിസ്റ്റ് തുടക്കമാണ്. LLRP കയറി പണിയാൻ ധൈര്യമുള്ള ആരുണ്ട് ഇവിടെ? അവന്മാര് വരട്ടെ. ഐ ആം വെയിറ്റിംഗ്.